പുതിയ വീട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ചില നിയമങ്ങൾ പാലിക്കണം. അപ്പം നമ്മൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന്, നമ്മളൊരു പുരയിടം അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിച്ചു. ഈ വസ്തുവിൽ നമ്മളുടെ വീട് എവിടെ ആയിരിക്കണം എന്നുള്ളൊരു പ്രധാന കടമ്പയുണ്ട്. അപ്പോൾ അത് എവിടെ ആയിരിക്കണം എന്നുള്ള ചോദ്യവും ഉത്തരവും. ആ വസ്തുവിൻ്റെ മാക്സിമം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കയറി ആയിരിക്കണം നമ്മുടെ വീട് നിൽക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടി, എവിടെ വീട് വരണം? തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കായിരിക്കണം വീട് നിൽക്കേണ്ടത്. രണ്ട്, അതിൽ കിണർ എവിടെ വരണം? പല വീടുകാരും പറയുന്നുണ്ട്, സാറേ ഞാൻ വാങ്ങിച്ച വസ്തുവിലൊരു കിണറുണ്ടായിരുന്നു, അതൊരിക്കലും വെള്ളം പറ്റാത്ത കിണറാണ്, അപ്പോൾ ആ കിണറിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഞാനൊരു വീട് വെക്കുകയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്ഥാനത്തല്ലാതെ അസ്ഥാനത്ത് നിൽക്കുന്ന കിണർ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരുപാട് കേസുകളിൽ അങ്ങനെ ചെയ്തിട്ട് തീരെ നിവൃത്തിയില്ലാത്ത കേസുകളിൽ അതിൻ്റെ ചില പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നും നിവൃത്തിയില്ല. അതിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കാലിൽ ആഴത്തിൽ ഒരു മുറിവ് സംഭവിച്ചു പോയി, അത് ഓൾറെഡി പറ്റിയതാണ്. ഇനിയിപ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് അത് പഴുക്കാതിരിക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക എന്നുള്ളൊരിതുപോലെ തീരെ നിവർത്തി കെട്ടിട്ട് ചില പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് മൂടാൻ പറ്റുമെങ്കിൽ മൂടുക തന്നെ വേണം. അതെങ്ങനെയാണ് മൂടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വാങ്ങിച്ച വസ്തുവിൽ ഒരു കിണറുണ്ട്, അപ്പോൾ അത് സ്ഥാനം തെറ്റിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഒരു ആളിനെ കാണിച്ചിട്ട് ഈശാന കോണിൽ നമ്മളൊരു കിണർ വെട്ടുക. ഈശാന കോണിൽ ഒരു കിണർ വെട്ടുക. കിണർ എപ്പോഴും ഈശാന കോണിൽ തന്നെ ചെയ്യുക. ഈശാന കോണിലൊരു കിണർ വെട്ടി അതിൽ വെള്ളം കണ്ടതിന് ശേഷം യഥാവിധി ഈ മറ്റേ അസ്ഥാനത്തുള്ള കിണർ മൂടുക. അതാണ് ചെയ്യേണ്ടത്. അപ്പം വീടിൻ്റെ സ്ഥാനമായി, കിണറിൻ്റെ സ്ഥാനമായി. അടുത്തത്, നമുക്ക് ഗേറ്റ് എവിടെ സ്ഥാപിക്കാം? അപ്പം നമ്മളൊരു വീടിന് പ്രാധാന്യം വീടിൻ്റെ പ്രധാന ഡോറിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് പ്രാധാന്യമുണ്ട് ഗേറ്റിനും. കാരണം ആ ഗേറ്റിൽ നിന്നിട്ടാണ് വീട്ടിലേക്കുള്ള എനർജി എല്ലാം കടന്നു വരേണ്ടത്. അപ്പോൾ ആ വഴിയിൽ കൂടെ വരത്തുള്ള, ബാക്കിയുള്ള സ്ഥലത്തൂടെ വരത്തില്ലേ എന്നുള്ളൊക്കെ ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ചില കണക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതാത് സ്ഥലത്താണ് ആ ഗേറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ, പോസിറ്റീവ് ഫലങ്ങൾ കിട്ടും. അപ്പോൾ ഗേറ്റിൻ്റെ സ്ഥാനം, ഗേറ്റ് കിഴക്ക് ദർശനത്തിലാണെങ്കിൽ വടക്ക് കിഴക്ക് വയ്ക്കാം, വടക്ക് ദർശനത്തിലാണെങ്കിലും വടക്ക് കിഴക്ക് വയ്ക്കാം, പടിഞ്ഞാറ് ദർശനത്തിലാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വയ്ക്കാം, തെക്ക് ദർശനത്തിലാണെങ്കിൽ തെക്ക് കിഴക്കും വയ്ക്കാം. അപ്പോൾ ഗേറ്റിൻ്റെ 4 സ്ഥാനങ്ങളായി. അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? 1, വസ്തുവിൽ വീട് എവിടെ വരണം. 2, കിണർ എവിടെ വരണം. 3, നമുക്ക് ഗേറ്റ് എവിടെ വരണം. 4, സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം. അത് ഭയങ്കര തെറ്റായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുമൂലം ഭയങ്കര ബുദ്ധിമുട്ടുകൾ പല വീടുകളിലും വരുന്നുണ്ട്. കടബാധ്യതകൾ വന്ന് മൂടിപ്പോയിട്ടുള്ള വീടുകൾ, വിറ്റുപോയിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഇപ്പോൾ ചിലർ വീട് വയ്ക്കും, വീട് വാങ്ങിച്ചിട്ട് വിളിച്ച് കാണിക്കും. സാറേ ഞാൻ ഒരു വീട് വാങ്ങിച്ചപ്പോൾ സാറ് ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാണിക്കും. നമ്മൾ ആ വീട് പോയി കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഒക്കെ അസ്ഥാനത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് പറയും, ഇതിവിടെ സെപ്റ്റിക് ടാങ്ക് പാടില്ലായിരുന്നല്ലോ, ഇത് വിറ്റ ആൾ കടം വന്നിട്ടാണോ പോയത്? പുള്ളി കടം വന്ന് നിൽക്കപ്രതി ഇല്ലാതെ പോയതാണ്. ഇപ്പം അടുത്ത സമയത്ത് ഞാനൊരു കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും ആ വീട് നേരത്തെ താമസിച്ചിരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഗൾഫിലിട്ടിരുന്ന നല്ല സാമ്പത്തികമുള്ള ഒരാളായിരുന്നു. ഇദ്ദേഹം നാട്ടിലൊരു വീട് വെച്ചു. 2 വർഷം ഇയാൾ ആ വീട്ടിൽ താമസിച്ചില്ല. ഈ സൂപ്പർ മാർക്കറ്റും പോയി, സകല സാമ്പത്തികവും പോയി. ഈ വച്ച വലിയൊരു വീടായിരുന്നു. ആ വീടും വിറ്റ് ഇവർ താമസമാക്കി. അപ്പോൾ ഇത് പുതിയൊരു പാർട്ടി വാങ്ങിച്ചു. ഈ പുതിയ പാർട്ടി വാങ്ങിച്ച ആളാണ് എന്നെ വീട് വിളിച്ച് കാണിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഈ വീട്ടുകാർക്ക് എന്ത് സംഭവിച്ചു? സാമ്പത്തിക പ്രശ്നമാണോ? അത് ഇന്ന കണക്ക് സാമ്പത്തികം വന്നിട്ടാണ് പോയത്. ഈ സാധനം ഇവിടെ ഇരിക്കുന്നതാണ് നമ്മളുടെ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ കാരണം. അപ്പം നിങ്ങൾക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെന്തായി? അപ്പം നിങ്ങളിത് ഇവിടെ നിന്ന് മാറ്റുക, ഇവിടെ നിന്ന് മാറ്റി ഇന്ന സ്ഥലത്തേക്ക് സ്ഥാപിക്കുക. അപ്പം അതിൻ്റെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെപ്റ്റിക് ടാങ്ക് വളരെ കറക്റ്റ് സ്ഥാനത്തായിരിക്കണം. അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിലാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം. അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സാറേ എൻ്റെ ഇവിടെ കിഴക്ക് ദർശനമാണ്, അങ്ങനെയാണെങ്കിൽ എവിടെ വയ്ക്കാം? സാറേ എൻ്റെ ഇവിടെ തെക്ക് ദർശനമാണ്, അങ്ങനെയാണെങ്കിൽ എവിടെ വയ്ക്കാം? ഏത് ദർശനമായാലും വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിലാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം. ഓക്കെ. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഉള്ളിൽ ഞാൻ ചില വീട്ടിൽ കണ്ടതാണ്, ഈ ചുറ്റിപ്പോകുന്നത് കന്നിമൂലയിൽ കൂടെ സെപ്റ്റിക് ടാങ്കിൻ്റെ പൈപ്പ് പോകുന്നത് ദോഷമാണെന്ന് കണ്ടിട്ടൊക്കെ ഇവർ സ്വയം മനസ്സിലാക്കിയിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ, കന്നിമൂലയിൽ നിങ്ങളൊരു സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിയോ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ എടുക്കാൻ പാടില്ല. അതിലെ പൈപ്പ് പോയാലും അത്രത്തോളം പ്രശ്നമില്ല. പക്ഷെ ഒരു കാരണവശാലും അവിടെ കുഴി പാടില്ല. അപ്പോൾ
അങ്ങനെ പോയിക്കൂടാന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ സെൻട്രൽ കൂടെ പൈപ്പ് കടത്തിയും വിടും. അപ്പോൾ ഒരു റൂമിൻ്റെ അടിയിൽ കൂടെ ആയിരിക്കും ഈ പൈപ്പ് പോകുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കന്നിമൂല വഴി ചുറ്റിപ്പോയാലും കുഴപ്പമില്ല, ഈ രീതിക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായി? 4 കാര്യങ്ങളായി. അടുത്ത 5ാമത്തെ കാര്യം, നിങ്ങൾ വീട് വെക്കുമ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എവിടെ വരണം? അപ്പം 2 തിയറി അതിനകത്തുണ്ട്. ഒന്ന്, വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ കന്നിമൂല ഭാഗത്ത് വരാം. ഫംഗ്ഷു പ്രകാരം വരികയാണെങ്കിൽ കന്നിമൂല ഭാഗത്ത് നല്ല നക്ഷത്രം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നല്ല നക്ഷത്രമുള്ള സ്ഥലത്ത് ബെഡ്റൂം എടുക്കാം. അപ്പോൾ ബേസിക് ആയിട്ട് 5 കാര്യങ്ങളായി. 6ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ കിച്ചൺ എവിടെ വരാം? കിച്ചൺ ഏത് ദർശനമായാലും എൻ്റെ അഭിപ്രായത്തിൽ തെക്ക് കിഴക്ക് ഭാഗത്തെ കിച്ചണിനെ കണക്ക് ഗുണം ഒരു കിച്ചണും നിങ്ങൾക്ക് ഉണ്ടാക്കൂല. ഏറ്റവും നല്ലത് തെക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പം 6 കാര്യങ്ങളായി. അടുത്തത് 7ാമത്തെ കാര്യം, ഇതിൻ്റെ പ്രധാന വാതിൽ നമുക്ക് എവിടെ വരാം? പ്രധാന വാതിൽ ഉച്ചത്തിൽ വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉച്ചം എവിടെ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഴക്ക് ദർശനമാണെങ്കിൽ വീടിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് നമുക്ക് ഡോർ കൊടുക്കാം. വടക്ക് ദർശനമാണെങ്കിൽ വീടിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് നമുക്ക് ഡോർ കൊടുക്കാം. പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ വീടിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്ക് ഡോർ കൊടുക്കാം. തെക്ക് ദർശനമാണെങ്കിൽ വീടിൻ്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്ക് ഡോർ കൊടുക്കാം. അപ്പോൾ ഡോറിൻ്റെ സ്ഥാനവുമായി. 8ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഇതിൽ വാട്ടർ ടാങ്ക് എവിടെ കൊടുക്കാം? വാട്ടർ ടാങ്ക് വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂലയിൽ വാട്ടർ ടാങ്ക് കൊടുക്കണം. അതായത് വടക്ക് കിഴക്ക് മൂലയിൽ നിന്നും ഒരു ചരട് തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് വലിക്കുമ്പോൾ ആ ചരടിൽ കയറാത്ത രീതിയിൽ അതിൻ്റെ തെക്കിലോ പടിഞ്ഞാറിലോ നിർത്തി വാട്ടർ ടാങ്ക് കൊടുക്കണം. അപ്പോൾ പടിഞ്ഞാറായിരിക്കും കൂടുതൽ അഭികാമ്യം. അങ്ങനെ വാട്ടർ ടാങ്ക് കൊടുക്കുക. അപ്പോൾ 8 കാര്യങ്ങളായി. ഇനി 9ാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റൗ എവിടെ വയ്ക്കാം എന്നൊരു ചോദ്യമുണ്ട്. സ്റ്റൗ തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് നോക്കി സ്റ്റൗ വയ്ക്കാം. അപ്പം ഈ 9 കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിൽ ഒരു 9 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു ആൾ വന്നിട്ട് നിങ്ങൾക്ക് പ്ലാൻ വരയ്ക്കാനും മറ്റുമായിട്ടൊക്കെ തുടങ്ങുമ്പോൾ ഈ രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അത് ഇന്ന രീതിയിലല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും, അവർക്ക് വാസ്തുപരമായിട്ട് എന്തോ കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇത് അറിയാവുന്ന ഒരാളിനെ കൊണ്ട് വരച്ചു വേണം ഇവർക്കിത് കൊടുക്കാൻ എന്നുള്ള ഒരു തോന്നലെങ്കിലും ഇവർക്കുണ്ടാവും. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പുതിയ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നല്ലത് ഇതിനോടൊപ്പം തന്നെ ഒരു കൺസൾട്ടനെയോടെ കാണിച്ച് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ചൈനീസ് വാസ്തുക്കളായ ഫെങ്ഷു പ്രകാരം ചില ടൂൾസുകൾ നമുക്ക് ചില ഗുണങ്ങൾ തരും. അത് 1-2 നമുക്ക് പരിചയപ്പെടാം. ട്രാവലിംഗ് ബുദ്ധയാണ്. ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു ബുദ്ധ. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു ട്രാവലിംഗ് ബുദ്ധ വയ്ക്കുന്നത് ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കുറേ എനർജികളും സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുമെന്നാണ് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയി പറയുന്നത്. വാസ്തുവുണ്ട്, ഫെങ്ഷുയി ഉണ്ട്, പിരമിഡ് വാസ്തു ഉണ്ട്. അങ്ങനെ പിരമിഡ് വാസ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പം ഞാൻ ഇത് ഒരു 15-16 വർഷത്തിന് മുമ്പ് ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞതാണ്. ബറോഡയിൽ വെച്ച് എൻ്റെ കോഴ്സ് കഴിഞ്ഞതാണ്. ഒരു വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളായാലും അതിനെ പിരമിഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരിഹരിക്കാമെന്ന് പിരമിഡ് വാസ്തുവിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം കാലപ്പഴക്കം ചെന്ന ഒരു വീടിൻ്റെ എനർജി ലെവല് ചേഞ്ച് ആക്കാനായിട്ടും ഒരു ഹൈ പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടുവരാനും ഒക്കെ പിരമിഡുകൾ കൊണ്ട് സാധിക്കും. പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോൾ പിരമിഡ് ജസ്റ്റ് എന്താണെന്ന് നിങ്ങൾ ഞാൻ ഒന്ന് മനസ്സിലാക്കി ചെന്നേ ഉള്ളൂ. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 9 പിരമിഡുകളായിട്ടാണ് വന്നിരിക്കുന്നത്. 9 പിരമിഡാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ 9 പിരമിഡ് അല്ല, ഇതിൽ 90 പിരമിഡുണ്ട്. അതെങ്ങനെ 90 പിരമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ 9 പിരമിഡുകൾ വീതമുള്ള 9 ചിപ്പുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ 9-9 81 പിരമിഡ് ഇതിൻ്റെ അടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വരുമ്പോഴോ 9 പിരമിഡും കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പം 90 പിരമിഡായി. ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പിരമിഡ് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിരമിഡ് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു പിരമിഡേ കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ 91 പിരമിഡിൻ്റെ എനർജി ഈ ഒരു ഒറ്റ പിരമിഡിലൂടെ ഉണ്ട്. അതിനോടൊപ്പം മറ്റു പല സാധനങ്ങളും എനർജികളും കൊടുത്ത് ഇതിനെ യഥാവിധം അതാത് സ്ഥലങ്ങളിൽ സ്ഥാപിക്കുമ്പോൾ, ഇപ്പോൾ വർഷങ്ങളായി പണി പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു വീടാണെങ്കിൽ പോലും അതിൻ്റെ പണി പുനരാരംഭിക്കാനും അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും
ഇപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു വാസ്തുദോഷം വന്നൊരു വീടിൻ്റെ ആ ഒരു എനർജി ലെവലിനെ ബാലൻസ് ചെയ്യാനും ആ ദോഷങ്ങളെ മറികടക്കാനും ഭൂമിക്കടിയിലുണ്ടാവുന്ന ജിയോപ്പത്തിക് സ്ട്രെസ്സ് നമ്മളെ ബാധിക്കാതിരിക്കാനും ഒക്കെ പിരമിഡ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ, എന്തിനൊരു കുട്ടി പഠിക്കുന്നതിന് വേണ്ടി പോലും പിരമിഡ് ഉപയോഗിക്കാം, നമ്മളിലേക്ക് സമ്പത്ത് വരുന്നതിന് വേണ്ടി പോലും പിരമിഡ് ഉപയോഗിക്കാം. പിരമിഡ് പല രീതിയിൽ പല രൂപങ്ങളിൽ ഉണ്ട്. പല രൂപങ്ങളിൽ എന്ന് പറഞ്ഞാൽ പിരമിഡിൻ്റെ ഷേപ്പ് എല്ലാം ഇത് തന്നെ, പല സൈസിൽ ഉണ്ട്, പല മെറ്റീരിയൽസിലുണ്ട്. അപ്പം അത് ഓരോന്നും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. വെൽത്തിന് ഉപയോഗിക്കാം, കരിയറിന് ഉപയോഗിക്കാം, പേരും പ്രശസ്തിക്കും വേണ്ടി ഉപയോഗിക്കാം, നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കാം, വീടിൻ്റെ വാസ്തുദോഷം മാറ്റാനായിട്ട് പിരമിഡ് ഉപയോഗിക്കാം. പിരമിഡ് എന്ന് പറയുന്നത് ഒരു വലിയ സാഗരം പോലെയാണ്, ഒരു കടൽ പോലെയാണ്. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പല വീടുകളിലും പിരമിഡ് എനർജികൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ വീടിൻ്റെ എനർജി ലെവൽ കൂട്ടുകയും അതിൻ്റെ വാസ്തു പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.